സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ച തീയതി? ഉത്തരം 1950 ജനുവരി 24. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 2015 ജനുവരി 1. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതാണ്? ഉത്തരം ഷിംല കരാർ. പ്രൊജക്ട് ആരോ ഏതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഉത്തരം INS വിക്രാന്ത്. ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം ഇന്ത്യ. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത്? ഉത്തരം 3. നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 14. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? ഉത്തരം സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഏത് തരം മണ്ണുകൊണ്ടുള്ള സമതലമാണ്? ഉത്തരം എക്കൽ. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സമതലം? ഉത്തരം രാജസ്ഥാൻ സമതലം. ഹിമാലയത്തിന്റെ ഭാഗമല്ലാത്ത മലനിര ഏതാണ്? ഉത്തരം ആരവല്ലി. ദേശീയ ജലപാത 2 ഏത് നദി സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബ്രഹ്മപുത്ര. മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? ഉത്തരം താൽഘട്ട്. കേരളത്തിന്റെ വിസ്തീർണം? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വേനൽക്കാലം ഏതാണ്? ഉത്തരം മാർച്ച് മുതൽ മെയ് വരെ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 65% വരുന്ന ഭാഗത്ത് വ്യാപിച്ചിട്ടുള്ള മണ്ണിനം ഏതാണ്?
ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം മയ്യഴിപ്പുഴ. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമായി മാറിയ വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ആറളം. NH-66 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം തലപ്പാടി കളിയിക്കാവിള. കേരളത്തിൽ ഏറ്റവും അധികം നെൽകൃഷിയും ഉൽപാദനവും നടക്കുന്ന സീസൺ? ഉത്തരം മുണ്ടകൻ. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ്? ഉത്തരം കയർ വ്യവസായം. കോൽക്കാർ എന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ആർതർ വെല്ലസി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷം? ഉത്തരം 1938. സംസ്കൃത വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? ഉത്തരം വാഗ്ഭടാനന്ദൻ. അടിലഹള നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. കൊച്ചി കായലിൽ നടന്ന കായൽ സമ്മേളനം ഏത് സാമൂഹിക പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ട സംഭവമാണ്? ഉത്തരം KP കറുപ്പൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഉത്തരം ഉത്തര മഹാസമുദ്രം. മരുപ്രദേശത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ? ഉത്തരം മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഉത്തരം താപ്തി. ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കർണാടക. പശ്ചിമഘട്ടത്തിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഗോദാവരി. ഹിരൺ, ബെഞ്ചാൻ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം നർമ്മദ. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറഞ്ഞ നദികൾ ഏതൊക്കെയാണ്? ഉത്തരം ഉപദ്വീപീയ നദികൾ.